ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ സേമിയ ഉപ്പുമാവ്. ടേസ്റ്റി, ഹെൽത്തി, ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളത്. നമുക്ക് വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേമിയ ഉപ്പുമാവ്. അതിനുവേണ്ടി പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂണ് ഗീ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യ് എടുക്കേണ്ടവർക്ക് നെയ്യ് എടുക്കാം, ഓയിൽ വേണ്ടവർക്ക് ഓയിൽ എടുക്കാം കേട്ടോ. 1 കപ്പ് സേമിയ ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പം 200 ഗ്രാംസ് ഉണ്ട്. അത് 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവണം. അതിനുശേഷം അത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുക. വറുത്ത് വെച്ച സേമിയ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനി ബോയിൽ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ തണുത്ത വറുത്ത് വെച്ച സേമിയ നമ്മളതിലേക്ക് വെള്ളത്തിലേക്ക് ഇടുക. അതൊരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ഒന്ന് ബോയിലാവണം, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം നമുക്ക് ഉപ്പിടേണ്ടവർക്ക് ഇപ്പം ഇടാം, പക്ഷെ ഞാൻ ഇതിനകത്ത് ഇപ്പം ഉപ്പിടുന്നില്ല. നന്നായിട്ടൊരു 3 മിനിറ്റ്സ് ബോയിൽ ചെയ്ത ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് പാൻ ചൂടാക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം 1/2 ടീസ്പൂണ് കടുക് നന്നായിട്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം തീ കുറച്ച് വെക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉഴുന്ന് ഇടുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂണ് പീനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പീനട്ടും ഓപ്ഷണലാണ്. പീനട്ട് ഇടുന്നവർക്ക് പീനട്ട് ഇടാം, കാഷ്യൂനട്ട് വേണ്ടവർക്ക് കാഷ്യൂനട്ട്. പിന്നെ നന്നായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില ഇതെല്ലാം കൂടെ ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളി, 1 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഉള്ളി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഈ പെട്ടെന്നൊന്ന് കുക്കായി ഇട്ടാനായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു നുള്ളു ഉപ്പിടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഇടുന്നത് വെജിറ്റബിൾസാണ്. ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് പ്രഷർ കുക്കറിനകത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാട്ടോ, വേവിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ആ സേമിയ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് വേവിക്കുക. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയും സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്ക്, ഒരു ടിഫിനൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.